മെഷർ ഓഫ് ട്രെൻഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈം സീരീസിൻ്റെ കോമ്പണൻസ്, അതായത് മെയിനായിട്ട് 4 കോമ്പണൻസ് ആണ് ടൈം സീരീസിനുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് വൺ ആയിരുന്നു സെക്കുലർ ട്രെൻഡ്, സെക്കൻഡ് വൺ സീസണൽ വേരിയേഷൻ, തേർഡ് വൺ എന്തായിരുന്നു സൈക്ലിക്കൽ വേരിയേഷൻ, ആൻഡ് ഫോർത്ത് വൺ ഇറഗുലർ വേരിയേഷൻ. ഇത് ഓരോന്നും എന്താണെന്നും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതുപോലെ ഇതിന് കോസ് ആകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻലി ഒരു കോമ്പണൻ്റ് ആയിരുന്നു എന്ത്, നമ്മളുടെ സെക്കുലർ ട്രെൻഡ്. ഫസ്റ്റ് കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, സെക്കുലർ ട്രെൻഡ് പല ആൾക്കാരും എന്താണ് ഒരു കോമ്പണൻ്റ് ആയിട്ട് കാണാറില്ല. ടൈം സീരീസിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് എന്ത്, സെക്കുലർ ട്രെൻഡ് എന്നാണ്. അപ്പോൾ സെക്കുലർ ട്രെൻഡ് എന്തായിരുന്നു? സെക്കുലർ ട്രെൻഡ് പറഞ്ഞാൽ എന്തായിരുന്നു? അത് എന്തായിരുന്നു, നമ്മുടെ ഡാറ്റയിൽ ഉണ്ടാകുന്ന ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ മൂലമുണ്ടാകുന്ന മാറ്റം, അതായത് ലോങ് പീരിയഡ്സിൽ, അതായത് കുറേ ടൈം എടുത്തിട്ട് അതിലുണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മളെന്ത് സെക്കുലർ ട്രെൻഡ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സിമ്പിൾ നമ്മൾ എന്ത് വിളിക്കായിരുന്നു, ട്രെൻഡ് എന്ന് വിളിക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമുക്ക് നോക്കാനുള്ളത് ആ ട്രെൻഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ് നോക്കാനുള്ളത്. ഓക്കെ, that is trend or secular trend measures long-term changes occurring in a time series without bothering about short-term fluctuations occurring in between. ഓക്കെ, മനസ്സിലായില്ലേ? ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ലോങ് ടേം ഉണ്ടാകുന്ന ടൈം സീരീസിൽ ലോങ് ടേമിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സെക്കുലർ ട്രെൻഡ് അല്ലെങ്കിൽ ട്രെൻഡ് എന്ന് വിളിക്കുക. അതിനിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ടുണ്ടാകുന്ന മാറ്റം, അത് ലോങ് പീരീഡ് ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുണ്ടാകുന്ന മാറ്റത്തെ മാത്രം സ്റ്റഡി ചെയ്യുന്നതിനാണ് നമ്മൾ ട്രെൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പണൻ്റ് ആണ്. സോ അത് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും? ദർ ആർ 4 മെത്തേഡ്സ് ടു എസ്റ്റിമേറ്റ് ദി ട്രെൻഡ്. ട്രെൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് 4 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഗ്രാഫിക് മെത്തേഡ്, സെക്കൻഡ് വൺ സെമി ആവറേജ് മെത്തേഡ്, തേർഡ് വൺ മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജ്, ആൻഡ് ഫോർത്ത് വൺ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഗ്രാഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ടേം തന്നെ കിട്ടുന്നതായിരിക്കും. എന്താണ് ഗ്രാഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? സെമി ആവറേജ് എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യണം, മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ആണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. എങ്ങനെ, നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾസിൽ അല്ലെ, കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചതാണ് എന്ത്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ കർവ് ഫിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ, കർവ് ഓഫ് ബെസ്റ്റ് ഫിറ്റ്. അവിടെ നമ്മൾ സ്ട്രേറ്റ് ലൈനും നമ്മളുടെ പാരാബോള, പിന്നെ എക്സ്പോണൻഷ്യൽ കർവ്സ് ഒക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറിൻ്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ടൈം സീരീസിലെ ട്രെൻഡ് മെഷർ ചെയ്യാനുള്ളത് 4 മെത്തേഡ്സ് ആണ്. ഏതൊക്കെ? ഗ്രാഫിക് മെത്തേഡ്, സെമി ആവറേജ് മെത്തേഡ്, മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജ്, ആൻഡ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഗ്രാഫിക് മെത്തേഡ്. ഞാൻ പറഞ്ഞു ഗ്രാഫിക് മെത്തേഡ് നമുക്ക് സിമ്പിളായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെൻഡിൻ്റെ ഒരു എന്താണ് ഒരു എസ്റ്റിമേഷൻ ആണ് ഇത് ഗ്രാഫിക് മെത്തേഡ് ആണ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഗ്രാഫിക് മെത്തേഡ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, തന്ന ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫിലേക്ക് മാറ്റുക. എക്സ് ആക്സും വൈ ആക്സും ഒക്കെ വരച്ചിട്ട് നമ്മൾ ഗ്രാഫിലേക്ക് മാറ്റിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് എന്ത്, ഗ്രാഫിക് മെത്തേഡ്. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് മെഷറിംഗ് ട്രെൻഡ് ഓഫ് എ സീരീസ്, ഓഫ് എ ടൈം സീരീസ്. അപ്പോൾ ഒരു ടൈം സീരീസിലെ ട്രെൻഡ് മെഷർ ചെയ്യാനുള്ള സിംപ്ലസ്റ്റ് മെത്തേഡാണ് ഇത് ഗ്രാഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ടു ഡ്രോ ദി ടൈം സീരീസ് ഗ്രാഫ്, ഡ്രോ ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഓക്കെ, ടൈം സീരീസിലെ ഗ്രാഫ് ഡ്രോ ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുക. ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ടൈം ഈസ് ടേക്കൺ അലോങ് ദി എക്സ് ആക്സിസ്. ഓൺ ദി വൈ ആക്സിസ് ദ വേരിയബിൾ വിച്ച് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ടൈം ഈസ് മെഷേർഡ്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിൽ നമ്മൾ ടൈം എടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിളിൻ്റെ മാറ്റം നമ്മൾ എന്തെടുക്കും, വൈ ആക്സിസിലും എടുക്കുന്നു. സെക്കൻഡ് പോയിന്റ് ആണ് plot the time series or time values against the corresponding values of the dependent variable. നമ്മൾ എന്ത് ചെയ്തു, ഓരോ ടൈമിനനുസരിച്ചും അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഡിപ്പെൻഡന്റ് വേരിയബിൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പോയിന്റ് ആക്കി നമ്മൾ മാർക്ക് ചെയ്യുന്നു. ദെൻ ജോയിനിങ് ദസ് പോയിന്റ് ബൈ മീൻസ് ഓഫ് എ സ്മൂത്ത് ലൈൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്മൂത്ത് ലൈൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെല്ലാം ജോയിൻ ചെയ്ത്, അതായത് ആ പോയിന്റ്സ് ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യുന്നു, കൈ എടുക്കാതെ ഓരോ പോയിന്റിലും ഇങ്ങനെ ജോയിൻ ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നു. അങ്ങനെ കിട്ടുന്ന ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ദിസ് ഈസ് കോൾഡ് ടൈം സീരീസ് ഗ്രാഫ് ഫോർ ഹിസ്റ്റോറിഗ്രാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കറസ്പോണ്ടിങ് ഇയേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും, ഇയേഴ്സ് മീൻസ് ടൈം, ഓരോ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഗ്രാഫ് പേപ്പറിൽ ഡോട്ടാക്കി വെച്ചിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഡോട്ട്സ് നമ്മൾ ജോയിൻ ചെയ്ത് കൊണ്ടുവരുന്ന കിട്ടുന്ന ആ ഫിഗറിനെ വിളിക്കുന്ന, ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് ടൈം സീരീസ് ഗ്രാഫ് അല്ലെങ്കിൽ ഹിസ്റ്റോറിഗ്രാം. അപ്പോൾ ഈ ടേംസ്, ഇങ്ങനെ പുതിയ വരുന്ന ടേംസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഹിസ്റ്റോറിഗ്രാം നിങ്ങളോടിപ്പോൾ എക്സാമിന് സപ്പോസ് എങ്ങനെ ചോദിച്ചാൽ ടൈം സീരീസ് ഗ്രാഫ് എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസസ് കുറവായിരിക്കും. ഹിസ്റ്റോറിഗ്രാം, അതായത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും എന്താണ് ഹിസ്റ്റോറിഗ്രാം. അപ്പോൾ ഒരു സാധനത്തിന് 2 പേര് വരുമ്പോൾ 2 പേരും എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ടൈം സീരീസ് ഗ്രാഫിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, ഹിസ്റ്റോറിഗ്രാം എന്ന് പറഞ്ഞു.
ഓക്കെ, നമുക്കൊരു അതിൻ്റെ ഇനി ഏതൊരു മെത്തേഡ്സിനും അതിൻ്റെ കുറച്ച് മെറിറ്റ്സ് ഉണ്ടായിരിക്കും, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഗ്രാഫ് മെത്തേഡിൻ്റെ കുറച്ച് മെറിറ്റ്സും കുറച്ച് ഡിമെറിറ്റ്സും നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ സിമ്പിൾ മെത്തേഡ് ടു എസ്റ്റിമേറ്റ് ട്രെൻഡ്. സെക്കൻഡ്, ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് ഏതർ എ കർവ് ഓർ എ straight line could be found as a trend on the basis of the position of the points. അപ്പോൾ എന്താണ് ഈ മെത്തേഡ്, എന്താണ് ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ആ പോയിന്റ്സ് അതിനനുസരിച്ച് എവിടെയൊക്കെയാണ് ആ പോയിന്റ്സിന്റെ പൊസിഷൻ അതിനനുസരിച്ച് നമുക്ക് സ്ട്രേറ്റ് ലൈൻ കിട്ടുന്നതായിരിക്കും. ബട്ട് അണ്ടർ ദി മെത്തേഡ്സ് ഓഫ് സെമി ആവറേജ് സ്ട്രേറ്റ് ലൈൻ ട്രെൻഡ് അലോങ് കുഡ് ബി ഫിറ്റ് ഫോർ എനി ഗിവൺ ഡാറ്റ. ഓക്കെ, ദെൻ തേർഡ് merits, it may give better estimates if it is used by an experienced statistician who knows the changes which have taken place subsequent to the collection of each items of data. അതായത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ എസ്റ്റിമേഷൻ കിട്ടും, എറർ കുറയ്ക്കാൻ നമുക്ക് പറ്റുമെന്ന്. ഓക്കെ, ദെൻ അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ്, ഗ്രാഫ് മെത്തേഡിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ്. ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്. ഇതെന്താണ്, ഈ മെത്തേഡ് സബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വരയ്ക്കുന്ന ആൾക്കനുസരിച്ചുണ്ടായിരിക്കും അതിലത്തെ എറർ കൂടുക കുറയുക ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് പേഴ്സൺ മേ ഗെറ്റ് വൺ ലൈൻ ഓർ വൺ കർവ് ആൻഡ് ദ trend line or curve drawn by different person might be different although the data are the same. Data same ആണെങ്കിലും ട്രെൻഡ് ലൈൻ ചിലപ്പോൾ ഡിഫറെൻറ്റ് പേഴ്സൺസിന് ഡിഫറെൻറ്റ് ട്രെൻഡ് ലൈൻസ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ പ്രഡിക്ഷൻ ബിക്കോസ് ഓഫ് ഇറ്റ്സ് സബ്ജക്റ്റീവ് ക്യാരക്ടർ. അതിൻ്റെ സബ്ജക്റ്റീവ് ക്യാരക്ടർ മൂലം നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറ്. സപ്പോസ് നമുക്കിപ്പോൾ 2-3 ടൈംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടി, നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രെൻഡ് ലൈൻ കണ്ടുപിടിച്ചു, അത് ഗ്രാഫിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് അടുത്ത ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ ഇയറിലുള്ള ഫ്യൂച്ചർ ടൈമിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ ഈ മെത്തേഡ് കൊണ്ട് പറ്റൂല എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം ഡിഫറെൻറ്റ് ആൾക്കാർക്ക് ഡിഫറെൻറ്റ്, അതായത് സെയിം ഡാറ്റ തന്നെ ആണെങ്കിലും ഡിഫറെൻറ്റ് പേഴ്സൺസിന് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ കിട്ടാൻ ചാൻസസ് ഉള്ളത് കൊണ്ട് ആ സബ്ജക്റ്റീവ് ക്യാരക്ടർ മൂലം എന്താണ് നമുക്ക് പ്രഡിക്ഷൻ ഇതിൽ പോസിബിൾ അല്ല. ദെൻ തേർഡ് ലിമിറ്റേഷൻ, ഇറ്റ് ഈസ് നോട്ട് ആസ് സിമ്പിൾ ആസ് ഇറ്റ് ലുക്ക് ഓർ ആസ് ദി മെത്തേഡ് ഓഫ് സെമി ആവറേജസ്. സെമി ആവറേജസിന് അത്രത്തോളം സിമ്പിൾ അല്ല, കാരണം ഗ്രാഫ് വരയ്ക്കുന്നത് കുറച്ച് എന്താണ് അറിയുന്ന ആൾക്കാരാണ് എങ്കിൽ, എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ആണ് എങ്കിൽ കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള എസ്റ്റിമേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇറ്റ് നീഡ് എക്സ്പീരിയൻസ് ആൻഡ് കെയർഫുൾ അപ്രോച്ച്. ഓക്കെ, ദെൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഡ്രോ എ ടൈം സീരീസ് ഗ്രാഫ് ഫോർ ദി ഫോളോവിങ് ഡാറ്റ, ആൾസോ ഡ്രോ ദി ട്രെൻഡ് ലൈൻ. നമുക്ക് ഇയേഴ്സും തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് പ്രൊഡക്ഷനും തന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 2001 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 80, 2002 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 90, 2003 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 92, 2004 കറസ്പോണ്ടിങ് 83, 2005 കറസ്പോണ്ടിങ് ആയിട്ട് 94, 2006 കറസ്പോണ്ടിങ് 99, 2007 കറസ്പോണ്ടിങ് 92. നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ആക്സിൽ ഇയർ എടുക്കുക, പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക, നമ്മൾ എന്തെടുക്കുക, വൈ ആക്സിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 2001 കറസ്പോണ്ടിങ് ആയിട്ടും 2002 കറസ്പോണ്ടിങ് ആയിട്ടും ഓരോന്ന് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂസ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നമ്മൾക്ക് എന്ത് കിട്ടും, 2001 കറസ്പോണ്ടിങ് ആയിട്ട് 18 ആയിരുന്നു വാല്യൂ, അത് നമ്മൾ ഗ്രാഫ് പേപ്പറിൽ വരക്കുക. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വാല്യൂസ് ഗ്രാഫ് പേപ്പർ എടുക്കുക. നോക്കുക, നമ്മൾ എക്സ് ആക്സിൽ നമ്മൾ ഇയേഴ്സ് എടുത്തു, 2001, 2, 3, 4, 5, 6, 7, 8 വരെ, 7 വരെ നമ്മൾ എടുത്തു. ദെൻ കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻ നമ്മൾ എന്തെടുത്തു, വൈ ആക്സിൽ എടുത്തു. വൈ ആക്സിൽ ഞാനിവിടെ അങ്ങനെ ലൈന് കുറച്ച് സിങ്സാങ് മോഷനിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ, ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരിക്കും. ആ വരച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ 18 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ലൈന് വരച്ചിട്ടില്ല, ഇതിന് ഫാൾസ് ബേസ് എന്ന് വിളിക്കും. ഫാൾസ് ബേസ് ആണ് നമ്മൾ അപ്പോൾ ഇവിടെ 0 എന്ന് തുടങ്ങുകയാണ് ഈ ഗ്രാഫ് പേപ്പറിൽ സ്ഥലം തികയൂല. അപ്പോൾ ഞാനിവിടെ 80 പിന്നെ 2 ഇതെടുത്താണ് കൂട്ടി എടുക്കുന്നത്, 80, 82, 84, 86 അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നും കറസ്പോണ്ടിങ് ആയിട്ട് ഡോട്ട് ഇട്ട് ഞാൻ വരയ്ക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചൊരു ലൈനാക്കി മാറ്റുന്നു. ഇതാണ് നമ്മളുടെ എന്ത് ഹിസ്റ്ററി ഗ്രാം എന്നാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. പിന്നെ റെഡ് ആയിട്ട് വരച്ചിട്ടാണ് എന്താ അതിൻ്റെ ട്രെൻഡ് ലൈൻ. ഓക്കെ, ദെൻ സെക്കൻഡ് മെത്തേഡാണ് എന്ത്, സെമി ആവറേജ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ സെമി ആവറേജ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യാണ്, ടോട്ടൽ ഡാറ്റ നമ്മൾ 2 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന കേസ് നമുക്കിവിടെ ഈവൻ ഒബ്സർവേഷൻസിന് മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. കാരണം എന്താണ്, ഈവൻസ് ആകുമ്പോൾ അല്ലേ, നമുക്ക് ഓടാകുമ്പോൾ നമ്മൾ സെൻറ്റർ വണ്ണ് നമ്മളവിടെ വെക്കേണ്ടി വരും, ബാക്കി ഈക്വലായിട്ട് റൈറ്റ്സുക്കും ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നമ്മൾ എടുക്കാൻ ചെയ്യും. അപ്പോൾ 7 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 3 എടുക്കുക, 4ാമത്തേത് അവിടെ നമ്മൾ ഓക്കെ അതുപോലെ.
ഇവിടെ സെമി ആവറേജ് നമ്മൾ ടോട്ടൽ ഡാറ്റനെ ഈക്വൽ ടു പാർട്സ് ആക്കി മാറ്റുക. ഇപ്പോൾ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ 8 ഒക്കെ നമുക്ക് 4 ആക്കി എടുക്കുക. എന്നിട്ട് ആ 4 സം ചെയ്ത് വെക്കുക. അത് ടോട്ടൽ സം എടുക്കുക. എന്നിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ 2 പോയിന്റ്സ് നമ്മൾ ഗ്രാഫ് പേപ്പർ വരച്ചിട്ട് ആ രണ്ടും ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് ഇവിടുത്തെ ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നോക്കാം സെമി ആവറേജ് മെത്തേഡ്. The data is divided into 2 parts equally and the averages of these values of each half together with the mid period is plotted as a point on the graph sheet. നമ്മൾ എന്ത് ചെയ്യുന്നു, തന്ന ഡാറ്റാസ് നമ്മൾ ഈക്വൽ ടു പാർട്സ് ആക്കി മാറ്റുന്നു, അതിന്റെ ആവറേജ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് 2 ആവറേജസ് നമ്മൾ എന്ത് ചെയ്തു, ആവറേജ് കിട്ടി നമ്മൾ എന്ത് ചെയ്തു, കൂട്ടി യോജിപ്പിക്കുന്നു. ആ കൂട്ടി യോജിപ്പിച്ച് കിട്ടുന്ന ആ പോയിന്റ്സ് ഉണ്ടല്ലോ, ആവറേജിന്റെ പോയിന്റ്സ് നമ്മൾ എവിടെ എടുക്കുന്നത് വെച്ചാൽ ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ഈക്വൽ ഭാഗമാക്കി മാറ്റില്ല, അതിന്റെ സെന്ററിൽ ഏത് ഇയർ ആണ് വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വരയ്ക്കുക. അപ്പോൾ 4 ആയിട്ടാണ് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ 2 ഈക്വൽ പാർട്ടാക്കി മാറ്റിയിട്ടുള്ളതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആവറേജ് നമ്മൾ 2ന്റെയും 3ന്റെ ഇടയിലാണ് ആദ്യം വെക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇവിടെ പിന്നെ 5, 6, 7, 8 ആണ്. അപ്പോൾ 6ന്റെയും 7ന്റെയും ഇടയിലായിരിക്കും അടുത്ത ആവറേജ് എടുക്കുക. എന്നിട്ട് രണ്ടും കൂടി നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, the 2 points are plotted are joined by a straight line and the line is extended on either side till the end of the graph sheet. The line is called the trend line and the trend of any period could be read out from it. അപ്പോൾ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ആവറേജസിന്റെ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ആ ട്രെൻഡ് ലൈൻ വെച്ചിട്ട് നമുക്ക് ഏത് പീരിയഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് അതിന് റീഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതിന്റെ മെറിറ്റ്സും ലിമിറ്റേഷനും. ഫസ്റ്റ് നമുക്ക് മെറിറ്റ് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റീവ് ബട്ട് ആൻ ഒബ്ജക്റ്റീവ് മെത്തേഡ്. ഇതെന്താണ് സബ്ജക്റ്റീവ് അല്ല. സബ്ജക്റ്റീവ് പറഞ്ഞാൽ എന്തായിരുന്നു, ഡാറ്റ സെയിം ആണെങ്കിലും ഡിഫറെന്റ് പേഴ്സൺസിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രാഫ് കിട്ടുന്നു നമ്മൾ പറഞ്ഞു. ഡിഫറെന്റ് ഒബ്സർവേഷൻ കിട്ടുകയാണെങ്കിലാണ് നമ്മൾ എന്ത് വിളിക്കാൻ സബ്ജക്റ്റീവ് എന്ന് പറയും. ഇത് സബ്ജക്റ്റീവ് അല്ല, പക്ഷേ ഒബ്ജക്റ്റീവ് ആണ്. അണ്ടർ ഗ്രാഫിക് മെത്തേഡ് ഡിഫറെന്റ് പേഴ്സൺ മേ ഗെറ്റ് ഡിഫറെന്റ് ട്രെൻഡ് ലൈൻ. ദ ട്രെൻഡ് ലൈൻസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഡിഫറെന്റ് പേഴ്സൺ യൂസിങ് ദി മെത്തേഡ് ഓഫ് സെമി ആവറേജ് ആർ വൺ ആൻഡ് ദി സെയിം. അപ്പോൾ ഇതെന്താണ്, ഡിഫറെന്റ് പേഴ്സൺസ് യൂസ് ചെയ്തിട്ടാണ് സെയിം ഡാറ്റ വെച്ച് ചെയ്യുകയാണെങ്കിൽ സെയിം ആയിട്ടുള്ള സെമി ആവറേജ് വെച്ചിട്ട് സെയിം ആയിട്ടുള്ള ഒബ്സർവേഷൻ, അതായത് സെയിം ആയിട്ടുള്ളതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, റിസൾട്ട് കിട്ടുക. സെക്കൻഡ്, ഇറ്റ് ഇൻവോൾവ് വെരി സിമ്പിൾ കാൽക്കുലേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു അഡോപ്റ്റ്. ഇതെന്താണ്, കാൽക്കുലേഷൻ സിമ്പിൾ ആണ്. കാരണം ടോട്ടൽ ഡാറ്റ നമുക്ക് 2 ഈക്വൽ ഭാഗമാക്കി മാറ്റുന്നു, എന്നിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് ഗ്രാഫിലേക്ക് മാറ്റുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, അതുകൊണ്ട് തന്നെ ഈസിയാണ് ഇത് നമുക്ക് ചെയ്യാൻ. ഇനി അതിന്റെ കുറച്ച് ലിമിറ്റേഷൻസ്. ഇറ്റ് ഈസ് നോട്ട് ഫ്ലെക്സിബിൾ ആൻഡ് സോ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ സംടൈംസ്. ഇത് ഫ്ലെക്സിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ചില ടൈംസിൽ ഇതെന്താണ് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ട്രെൻഡ് കർവ് ഇഫ് എനി കുഡ് നോട്ട് ബി ഡ്രോൺ. ട്രെൻഡ് കർവ് എല്ലാവർക്കും അങ്ങനെ വരയ്ക്കാൻ കഴിയൂല. ഓക്കെ, then it is based on arithmetic mean. The limitations of arithmetic mean may prevent its unsuspected usage sometimes. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മെത്തേഡ്, അത് സെമി ആവറേജ് മെത്തേഡ് നമ്മൾ അരിത്മെറ്റിക് മീനിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ അരിത്മെറ്റിക് മീനിന്റെ ലിമിറ്റേഷൻസ് എന്താണ്, ഇതിനും ബാധകമാണ്. ഓക്കെ, ദെൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഡ്രോ എ ട്രെൻഡ് ലൈൻ ബൈ ദി സെമി ആവറേജ് മെത്തേഡ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ. താഴെ തന്നിരിക്കുന്ന ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സെമി ആവറേജ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കണം. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇയേഴ്സും തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് പ്രൊഡക്ഷനും തന്നിട്ടുണ്ട്. 2002, 2003, 2004, 2005, 2006, 2007, 2008, 2009. കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻസ് ആർ 55, 62, 65, 58, 65, 72, 75, 68 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇത് നമുക്ക് സെമി ആവറേജ് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ ടോട്ടൽ 1, 2, 3, 4, 5, 6, 7, 8 ഇയേഴ്സ് ആണല്ലോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ തന്നിട്ട്. അപ്പോൾ 8 ഇയേഴ്സ് നമുക്ക് അതിന് ഈക്വൽ 2 പാർട്സ് ആക്കി എങ്ങനെ മാറ്റാൻ പറ്റും, 4ഉം ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ചെയ്യാം. സോ ഡിവൈഡ് ദി ഡാറ്റ ഇൻറ്റു 2 ഈക്വൽ പാർട്സ് ആൻഡ് ദി ആവറേജ് ഓഫ് ഈച്ച് പാർട്സ് ഈസ് ഒബ്റ്റൈൻഡ് ആസ് ഫോളോസ്. നമ്മൾ എന്ത് ചെയ്തു, ഇയർ ആക്കിയിട്ടും പ്രൊഡക്ഷൻ ആക്കിയിട്ട് 2 കോളാക്കി മാറ്റി, ഓരോ ഇയേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ എഴുതി. എന്നിട്ട് നമ്മൾ 2 ഈക്വൽ പാർട്ടാക്കി മാറ്റി. 2002 മുതൽ 2005 വരെയും 2006 മുതൽ 2009 വരെയും എല്ലാം കൂടി സം ചെയ്തു. അപ്പോൾ 240 വന്നു. ഡിവൈഡ് ബൈ 4 ചെയ്ത് നമുക്ക് അതിന്റെ ആവറേജ് കിട്ടും. ആവറേജ് ഈക്വൽ ടു 60. ഫസ്റ്റ് ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആവറേജ് 60 ആണ്. സെക്കൻഡ് ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 280/4 ഈക്വൽ ടു 70. അപ്പോൾ നോക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 60 എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒബ്സർവേഷൻ ഏത് ഇയറിന് കറസ്പോണ്ടിങ് ആയിട്ട് 2003ക്കും 2004നും സെൻട്രലാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ 2007നും 2008നും ഇടയിലായിട്ടാണ് നമുക്ക് 17 എഴുതേണ്ടത്. സോ ഗ്രാഫ് പേപ്പർ വരയ്ക്കുമ്പോൾ ഗ്രാഫിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഹിസ്റ്റോറിഗ്രാം വരയ്ക്കണം. ഹിസ്റ്റോറിഗ്രാം പറഞ്ഞാൽ തന്ന ഡാറ്റാസിന് ഗ്രാഫിലേക്ക് മാറ്റുന്ന അതിനാണ് നമ്മൾ ടൈം സീരീസ് ഗ്രാഫ് അല്ലെങ്കിൽ ഹിസ്റ്റോറിഗ്രാം എന്ന് വിളിക്കാം. സോ ഞാൻ എന്ത് ചെയ്തു, എക്സ് ആക്സിൽ ടൈം എടുത്തു, വൈ ആക്സിൽ ഞാൻ ഇതിന്റെ പ്രൊഡക്ഷൻ എടുത്തു. ഓക്കെ, 55 മുതലാണ് സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഫാൾസ് ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്,
55 മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ 2002 കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ 2003 4 5 6 7 8 9 എല്ലാം കൂടെ അടിച്ച് നമ്മൾ ഈ ഡാർക്കിൽ വരച്ചിട്ടുള്ളതാണ് നമ്മളുടെ ഹിസ്റ്റോറിഗ്രാം, അതായത് ടൈം സീരീസ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന്റെ ട്രെൻഡ് ലൈൻ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെമി ആവറേജ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് രണ്ട് ഈക്വൽ ക്ലാസ് ആക്കി മാറ്റിയിട്ട് രണ്ടിൻ്റെയും ആവറേജ് കണ്ടുപിടിച്ചു. രണ്ടിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചിട്ട് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. 2003 4 ഇടക്കാണ് നമ്മൾ 60 മാർക്ക് ചെയ്യേണ്ടത്. 70 8 അടുക്കാണ് 70 മാർക്ക് ഉണ്ട്. രണ്ട് ലൈൻ എന്ത് ചെയ്യാം, നമ്മൾ കൂട്ടി യോജിപ്പിച്ചു, രണ്ട് പോയിന്റ്സും കൂട്ടി യോജിപ്പിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി വരച്ചു. ഇതാണ് നമ്മുടെ ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ. ഇത് ഏത് ടൈം സീരീസിന് ഏത് ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിന്റെ വാല്യൂ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ അതിന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഏത് ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈം സീരീസ് ഗ്രാഫിലെ സെക്കൻഡ് നമ്മൾ എങ്ങനെ, അത് സെക്കൻഡ് മെത്തേഡ്, സെമി ആവറേജ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ട്രെൻഡ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ദെൻ ഒരു നോട്ട്, ഇഫ് വി ആർ ഗിവൺ data for odd numbers of years, divide the data into two equal parts by leaving the middle year and then the average of each parts is obtained. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ 8 ഒബ്സർവേഷൻ ആയിരുന്നു അല്ലേ. ഇനിയിപ്പോൾ 9 വരാം, 7 വരാം, 11 വരാം, അങ്ങനെ ഈവൻ നമ്പേഴ്സിന് പകരം ഓഡ് നമ്പേഴ്സ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ മിഡിൽ ആയിട്ട് വരുന്ന ഇയർ അവിടെ അതുപോലെ എഴുതുക, ബാക്കി മുകൾക്കും താഴേക്കും ഈക്വൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പം 3 പോയിന്റ്സ് ഉണ്ടായിരിക്കും അല്ലേ. 3 പോയിന്റ്സും കൂടി കൂട്ടി നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെ. മറ്റൊരു ഈക്വൽ ടു പാർട്ടാക്കി മാറ്റുന്നതിന് പകരം ഇവിടെ നമ്മൾ സെൻറ്ററത്തത് മാത്രം അതേപോലെ നേരം എഴുതുക, അതിന് മുകൾക്കുള്ളതും താഴേക്കുള്ളതിൻ്റെ സമ്മും ആവറേജ് ചെയ്ത് അത് 3 പോയിന്റ്സ് അപ്പം ഉണ്ടായിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. ദെൻ തേർഡ് മെത്തേഡാണ് മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജസ്. ഇൻ ദിസ് മെത്തേഡ് ദ ഷോർട്ട് ടേം വേരിയേഷൻസ് ആർ എലിമിനേറ്റഡ് ബൈ ഫൈൻഡിങ് ദ മൂവിങ് ആവറേജസ്. നമ്മളവിടെ ഷോർട്ട് ടേം ആയിട്ടുള്ള വേരിയേഷൻസ് ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ മെത്തേഡ്സ് ഓഫ് മൂവിങ് ആവറേജസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, if the time series shows variation with period m, ടൈം സീരീസിൽ വേരിയേഷൻ പീരിയഡ് എം ആണ്. മേ ബി സീസണൽ ആകാം, അല്ലെങ്കിൽ സൈക്ലിക്കൽ വേരിയേഷൻ ഒക്കെ ആവട്ടോ. നമ്മൾക്ക് വേരിയേഷൻ പല ടൈപ്സ് ഓഫ് വേരിയേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ദ മൂവിങ് ആവറേജസ് വിത്ത് പീരിയഡ് എം ആർ ഒബ്റ്റൈൻഡ്. ദസ് മൂവിങ് ആവറേജസ് ഇൻഡിക്കേറ്റ് ദി ട്രെൻഡ്. അപ്പോൾ മൂവിങ് ആവറേജിൽ പീരിയഡ് എം നമ്മൾ ഒബ്റ്റൈൻ ചെയ്യണം. ഇതിൽ മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അത്. ഓക്കെ, ഇഫ് y1 y2 y3 എക്സെട്ര yn ആർ n ഒബ്സർവേഷൻസ് ആൻഡ് ഇഫ് m ഈക്വൽ ടു 3, m ആണ് ഇവിടുത്തെ പീരിയഡ്. ഓക്കെ, m ആണ് അവിടുത്തെ പീരിയഡ്, m ഈക്വൽ ടു 3 ആയിട്ട് നമ്മൾ എടുത്തു. ദ സക്സസീവ് മൂവിങ് ആവറേജസ് ആർ, അവിടുത്തെ സക്സസീവ് മൂവിങ് ആവറേജസ് എന്തായിരിക്കും? പീരിയഡ് 3 ആണ്. അപ്പോൾ y1 y2 y3 ആഡ് ചെയ്തിട്ട് y3 ചെയ്യുക, ദെൻ y2 y3 y4 ആഡ് ചെയ്തിട്ട് y3 ചെയ്യുക, ദെൻ y3 y4 y5 ചെയ്തിട്ട് y3 ചെയ്യുക. അങ്ങനെ 3 3 3 ആക്കി നമ്മൾ എടുക്കുക. 3 3 ആക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ 3 എടുത്താൽ പിന്നത്തെ 3 അല്ല എടുക്കേണ്ടത്. ആദ്യത്തെ 3, ദെൻ 1 2 3 എടുത്താലോ, ദെൻ 2 3 4 എടുക്കണം, ദെൻ 3 4 5 അങ്ങനെ 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 പോകും. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് പീരിയഡ് എന്താ, ഫസ്റ്റ് മൂവിങ് ആവറേജ് എന്താ വരിക? y1 പ്ലസ് y2 പ്ലസ് y3 ബൈ 3. സെക്കൻഡ് വരിക y2 പ്ലസ് y3 പ്ലസ് y4 ബൈ 3, y3 പ്ലസ് y4 പ്ലസ് y5 ബൈ 3 എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൂവിങ് ആവറേജ് എടുത്തിട്ട് നമ്മൾ ഏത് ഇയറിന് കറസ്പോണ്ടിങ് ആയതും അത് y2ന്റെ ഇയർ ഏതാണ് അതിന് കറസ്പോണ്ടിങ് ആയി ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ y3ന്റെ കറസ്പോണ്ടിങ്, ദെൻ y4ന്റെ കറസ്പോണ്ടിങ്. അപ്പോൾ ഇതിന്റെ മൂവിങ് ആവറേജ് എഴുതുമ്പോൾ എന്താണ്, ഫസ്റ്റ് വണ്ണിൻ്റെയും ലാസ്റ്റ് വണ്ണിൻ്റെ മാത്രമല്ലാതെ ബാക്കി എല്ലാത്തിനും കറസ്പോണ്ടിങ്, എല്ലാ ഇയേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മൂവിങ് ആവറേജ് ഉണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഹിയർ ദ ഫസ്റ്റ് മൂവിങ് ആവറേജസ് ഈസ് ദി ആവറേജ് ഓഫ് ദി ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് അല്ലേ ഒബ്സർവേഷൻ. ഫസ്റ്റിന്റെ സെക്കൻഡിന് തേർഡിന്റെ ഒബ്സർവേഷന്റെ ആവറേജ് ആണ് വരിക. ഇറ്റ് ഈസ് റിട്ടൺ അഗൈൻസ്റ്റ് ദി സെക്കൻഡ് ടൈം പോയിന്റ് വിച്ച് ഈസ് ദ മിഡിൽ മോസ്റ്റ് ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ്. ഓക്കെ, ഫസ്റ്റിന്റെ സെക്കൻഡിന് തേർഡിന്റെ മിഡിൽ ആയിട്ട് വരുന്ന ഇയർ ഏതാണോ സെക്കൻഡ് ആണ് അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇയറിന്റെ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കണം ഫസ്റ്റ് മൂവിങ് ആവറേജിന്റെ വാല്യൂ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സച്ച് ആൻ association of moving averages with the time point is possible only if the period m is an odd number. ഇത് ഓഡ് നമ്പർ ആകുമ്പോൾ മാത്രമേ പോസിബിൾ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഈവൻ നമ്പർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മെത്തേഡ് ഓഫ് സെമി ആവറേജിൽ നമ്മൾ എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്പറിന് പകരം ഓഡ് നമ്പർ വരുമ്പോൾ സെക്കൻഡ് വണ്ണോടെ മിഡിൽ വണ്ണോടെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് ഈക്വൽ ആയിട്ട് നമ്മൾ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ചെയ്യുന്നത്. അതേപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈവൻ നമ്പേഴ്സിന് വന്നാൽ ഓക്കെ, if m is an even number, firstly moving average with the period m are found. നമുക്കിപ്പോൾ 4 ഇയറിലാണ് കണ്ടുപിടിക്കുക. ആ 4 ഇയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൂവിങ് ആവറേജ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? 2ന് 3ൻ്റെ ഇടയിൽ എഴുതുക. ദെൻ 2 3 4 5ൻ്റെ
ആഡ് ചെയ്തിട്ട് ആവറേജ് കണ്ടുപിടിക്കുക. അപ്പം 3, 4, 5, 6 അങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടുപിടിച്ച് അത് ആദ്യം കണ്ടുപിടിക്കുക. ആൻഡ് ദെൻ മൂവിങ് ആവറേജ് വിത്ത് പീരിയഡ് 2 ഓഫ് ദിസ് മൂവിങ് ആവറേജസ് ആർ ഫൗണ്ട്. ദെൻ ആ കിട്ടുന്ന ആൻസറിന്റെ പിന്നെ 2 വെച്ചിട്ടുള്ളതിന്റെ മൂവിങ് ആവറേജ് കണ്ടുപിടിക്കുക. ദ സെക്കൻഡ് സെറ്റ് ഓഫ് മൂവിങ് ആവറേജ് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ദി ഗിവൻ ടൈം പോയിന്റ്. നമുക്ക് തന്ന ടൈം പോയിന്റിന്റെ നേരായിരിക്കണം ഓരോന്നിന്റെ എഴുതേണ്ടത്. ദിസ് പ്രൊസീജിയർ ഈസ് കാൾഡ് സെഞ്ചുറിങ്. നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ വിളിക്കുന്നവരാണത് സെഞ്ചുറിങ്. അപ്പോൾ സെഞ്ചുറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജസിൽ ഈവൻ നമ്പേഴ്സ് ആണ് വരുന്നത് എങ്കിൽ, ഒബ്സർവേഷൻസ് ഈവൻ നമ്പേഴ്സ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ആ ഏത് ഇയേഴ്സിൽ മൂവിങ് ആവറേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കാറ്. ഇപ്പോൾ 2 ആകാം, 3, 4 ആകാം, 6 ആവാം. അങ്ങനെയാണെങ്കിൽ ഈവൻ നമ്പേഴ്സ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ മൂവിങ് ആവറേജസ് കണ്ടുപിടിക്കുക. ദെൻ എന്ത് ചെയ്യുക, കിട്ടുന്ന റിസൾട്ട്സിന്റെ 2 ഇയർലി മൂവിങ് ആവറേജസ് ആക്കി മാറ്റിയിട്ട് ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഴുതാം. എക്സാമ്പിൾസ് നോക്കുമ്പോൾ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാം. ഓക്കെ, for finding trend values when m is even, firstly moving total with the period m are obtained. moving total ഇപ്പോൾ നമുക്ക് 4 ഇയർലി ആണെങ്കിൽ ആ 4 ഇയേഴ്സിൻ്റെതും കൂടി ആഡ് ചെയ്തിട്ട് ആ ടോട്ടൽ ചെയ്താൽ ദെൻ ഫസ്റ്റ് 1, 2, 3, 4 ആണല്ലോ ആഡ് ചെയ്യുക. 2, 3, 4, 5 വരെ ആഡ് ചെയ്യുക. ദെൻ 3, 4, 5, 6 ആഡ് ചെയ്യുക. അങ്ങനെ എല്ലാത്തിൻ്റെ സം ഒരു കോളത്തിൽ നമ്മൾ എഴുതാം. ദെൻ ദി മൂവിങ് ടോട്ടൽ വിത്ത് പീരിയഡ് 2. ദെൻ പിന്നത്തെ 2 വെച്ചിട്ടില്ല അതിന്റെ മൂവിങ് ടോട്ടൽ കണ്ടുപിടിക്കുക. ഓക്കെ, ഓഫ് ദ മൂവിങ് ടോട്ടൽ ആർ ഒബ്റ്റൈൻഡ്. അത് നമ്മൾ അടുത്ത കോളത്തിൽ എഴുതാം. ആൻഡ് ദ റിസൾട്ടിങ് ടോട്ടൽ ആർ ഡിവൈഡഡ് ബൈ 2m. റിസൾട്ടിങ് ടോട്ടൽ നമ്മൾ 2m കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ കിട്ടുന്നതിന് നമ്മൾ വിളിക്കുക ട്രെൻഡ് വാല്യൂസ് വിളിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഏത് ഇയർലി മൂവിങ് ആവറേജ് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾക്ക് അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. then അതിന്റെ 2 ഇയർലി ടോട്ടൽ കണ്ടുപിടിക്കുക. അതിന്റെ ബൈ 2m ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ ട്രെൻഡ്. 2m പറഞ്ഞാൽ എന്താണ്, 2 × m. m എന്തായിരുന്നു നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാറാണ് ഈവൺ ഇയർലി ആയിട്ടുള്ള ആ പീരിയഡ്. ഓക്കെ, അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കാം. ഇറ്റ് ഈസ് എ സിമ്പിൾ മെത്തേഡ്. The calculations are easy. It is an objective method unlike the graphic method. Graphic methodനേക്കാളും objective ആണ്. It is flexible method in the sense that if the data of a few more years are available, the earlier calculations are not to be random and the trend of a few more years are additionally available. Okay, if the period of moving averages coincides with the points or period of cyclical fluctuations, the cyclical fluctuations is completely eliminated. The limitations, the very purpose of the analysis of a time series is defeated by the method of moving averages. It cannot be used for finding the trend of any points or any period in the future. Further, the trend of a few periods in the beginning of the series are that of equal number of periods in the end cannot be found out. Okay, അപ്പോൾ ഫസ്റ്റ് കുറച്ച് ഇയേഴ്സിനും ലാസ്റ്റ് കുറച്ച് ഇയേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് മിസ്സാവും. അത് എക്സാമ്പിൾസ് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഇറ്റ് മേ ടേൺ ഔട്ട് ടു ബി reddish when the period is large as well as an even number. Then arithmetic mean has certain limitations. Consequently, moving averages which is based on arithmetic mean is likely to be affected. Arithmetic mean limitations affect ചെയ്യും. Then fourth one, the period of moving averages is to be desired carefully, otherwise a distorted picture of the time series will be emerge. Carefully ചെയ്യണം. Okay, then നമുക്ക് മൂവിങ് ആവറേജ് മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. Compute the trend values by finding 3 yearly moving averages for the following data. നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട്. 3 yearly moving averages കണ്ടുപിടിക്കാണ്. 3 yearly പറയുമ്പോൾ ഓഡ് നമ്പേഴ്സ് ആണ്, അപ്പോൾ പ്രശ്നമില്ല. ഇയേഴ്സ് 200 അല്ല കേട്ടോ, 2000 ആണ്. കറക്റ്റ് ചെയ്യുക. 2000, 2001, 2002, 2003, 2004, 2005, 2006. കറസ്പോണ്ടിങ് പോപ്പുലേഷൻ 412, 438, 446, 454, 470, 483, 490 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പീരിയഡ് ഇവിടെ m = 3 ആണ്. സോ നമ്മൾ ഇതിന് എന്ത് ചെയ്യുക, നമ്മൾ ടേബിളിലേക്ക് മാറ്റണം. ഓക്കെ, സോ ഹിയർ m = 3. ഇവിടെ m എന്താണ്, 3 ആണ്. 3 എന്താണ്, ഒരു ഓഡ് നമ്പർ ആണ്. To find the moving averages, firstly the moving total are obtained. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, മൂവിങ് ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കാം. മൂവിങ് ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കാം, ആദ്യത്തെ 3 വർഷത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോപ്പുലേഷൻസ് ആഡ് ചെയ്ത് ഒരു കോളത്തിലേക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ 412, 438, 446 ആദ്യം ആഡ് ചെയ്യാം. എന്നിട്ട് 438 കറസ്പോണ്ടിങ് ചെയ്താൽ ദെൻ 438, 446, 454 എഴുതാം, ആഡ് ചെയ്യുക. സം എന്ത് ചെയ്യാം, 446 കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്താൽ
ഓക്കെ, അതങ്ങനെയാണ് എഴുതേണ്ടത്. ഫസ്റ്റ് മൂവിങ് ടോട്ടൽ കണ്ടുപിടിക്കാം. ദെൻ ഈച്ച് ഓഫ് ദിസ് ആർ ഡിവൈഡഡ് ബൈ 3. എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അതാണല്ലോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആവറേജ് വരിക. ദിസ് മൂവിങ് ആവറേജസ് ആർ ദി ട്രെൻഡ് വാല്യൂസ്. കാരണം ഇത് ഈവൺ നമ്പർ അല്ല, ഓഡ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇയേഴ്സ് പറഞ്ഞാൽ 2000, 2001, 2002, 2003, 2004, 5, 6 കറസ്പോണ്ടിങ് പോപ്പുലേഷൻസും തന്നിട്ടുണ്ട്. ഓക്കെ, 3 early moving total ഏതൊക്കെ 412, 438, 446 ആഡ് ചെയ്യാം. നമ്മൾ 2001 കറസ്പോണ്ടിങ് ചെയ്താൽ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ട്രെൻഡ് വാല്യൂ കിട്ടും 432 കിട്ടും. ദെൻ 438ഉം 446ഉം 454ഉം ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ സം എന്ത് ചെയ്യാം, ഈ 2002 കറസ്പോണ്ടിങ് ആയിട്ട് 1338 കിട്ടും. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 446 കിട്ടും. അതുപോലെ 446ഉം 454ഉം 470ഉം ആഡ് ചെയ്യാം. എന്നിട്ട് 456ന് ഇയർ ഏതാ 2003 കറസ്പോണ്ടിങ് ചെയ്താൽ അടുത്ത 3 ആഡ് ചെയ്യുക, 2004 കറസ്പോണ്ടിങ്, അടുത്ത 3 ആഡ് ചെയ്യുക, 2005 കറസ്പോണ്ടിങ്, അടുത്ത 3 ആഡ് ചെയ്തിട്ട് 2005 കറസ്പോണ്ടിങ് ചെയ്തതാണ്. ദെൻ ഈ 2006 കറസ്പോണ്ടിങ് നമുക്ക് വാല്യൂ ഇല്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, തുടക്കത്തിലും ലാസ്റ്റിലും എന്താണ് കുറച്ച് വാല്യൂസ് നമുക്ക് മിസ്സാവും. ഇപ്പോൾ 2000 കറസ്പോണ്ടിങ് ആയിട്ടും 2006 കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് ട്രെൻഡ് വാല്യൂ ഇല്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് ട്രെൻഡ് വാല്യൂ നമ്മൾ 3/3 കൊണ്ട് ഈ കോളത്തിലെ ഓരോ വാല്യൂസിനും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ട്രെൻഡ് വാല്യൂ. അത് നമ്മൾ ഗ്രാഫിലേക്ക് മാറ്റാം, ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ദ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. കമ്പ്യൂട്ട് ദി ട്രെൻഡ് വാല്യൂ by finding 4 yearly moving averages for the following time series. Also graph the observed value and the trend values. നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ എന്താണ്, 4 yearly മൂവിങ് ആവറേജസ് ആണ് കണ്ടുപിടിക്കുക. 4 yearly, 4 എന്താണ്, എം പീരിയഡ് ഈക്വൽ ടു എം ഈക്വൽ ടു എന്താണ്, ഈവൺ നമ്പർ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈവൺ നമ്പർ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആദ്യം 4 yearly ടോട്ടൽ കണ്ടുപിടിക്കുക, അതിനെ 2 yearly ടോട്ടലിലേക്ക് മാറ്റുക, അതിനെന്ത് ചെയ്യുക, ബൈ 2m ചെയ്യുക, നമുക്ക് ട്രെൻഡ് വാല്യൂ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇയേഴ്സ് തന്നിട്ടുള്ള എത്രയാണ്, 1988, 89, 90, 91, 92, 93, 94, 95, 96. കറസ്പോണ്ടിങ് വാല്യൂസ് 103, 104, 107, 101, 102, 104, 105, 99, 100. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ടേബിളിലേക്ക് മാറ്റണം. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കുറച്ച് കാര്യങ്ങളായിട്ട് ശ്രദ്ധിക്കണം. കാരണം 4 yearly ആയതുകൊണ്ട്, പീരിയഡ് എം ആയതുകൊണ്ട്, പീരിയഡ് ഈവൻ നമ്പർ ആയതുകൊണ്ട്, here m equal to 4 is an even number. To find the moving averages, first find the moving totals are obtained. 4 yearly moving total കണ്ടുപിടിക്കണം. Then 2 yearly moving total of this moving total should be obtained. Then finally this totals are divided by 2m equal to 8. അണ്ടർ ചെയ്തിരിക്കുന്ന സാധനമൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. ആദ്യം മൂവിങ് ടോട്ടൽ കണ്ടുപിടിക്കുക 4 yearly, ദെൻ അതിന് 2 yearly മൂവിങ് ടോട്ടൽ കണ്ടുപിടിക്കുക അടുത്ത കോളത്തിൽ. ദെൻ ആ 2 yearly കണ്ടുപിടിച്ചാൽ എല്ലാത്തിനും എന്ത് ചെയ്യുക, ബൈ 2m കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഇവിടുത്തെ 2m ആകുമ്പോൾ എന്താണ്, എം ഇവിടെ 4 ആണ്, അപ്പോൾ 2m എന്തെങ്കിലും 8, അപ്പോൾ 8 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ശ്രദ്ധിക്കുക, ഇയേഴ്സ് നമുക്ക് തന്നിട്ടുള്ള എത്രയാണ്, 1988, 89, 90, 91, 92, 93, 94, 95, 96 ആണ്. വാല്യൂസ് തന്നിട്ടുള്ളത് 103, 104, 107, 101, 102, 104, 105, 99, 100 ആണ്. നമുക്ക് 4 yearly എന്ത് കണ്ടുപിടിക്കണം, അതിൻ്റെ മൂവിങ് ടോട്ടൽ കണ്ടുപിടിക്കണം. അപ്പോൾ 88നും 89നും 90നും 91നും കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ 89, 90 ഇടക്ക് നമ്മൾ അതിൻ്റെ വാല്യൂ എഴുതണം. അത് ഈസ് 103, 104, 107, 101 ആഡ് നമുക്ക് 415 കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇടയിൽ എഴുതണം, 89ൻ്റെയും 90ൻ്റെയും ഇടയിൽ എഴുതണം. ദെൻ നമ്മൾ 104ഉം 107ഉം 101ഉം 102ഉം ആഡ് ചെയ്യുക, 90നും 91ൻ്റെ ഇടയിൽ എഴുതണം. ദെൻ 107ഉം 101ഉം 102ഉം 104 ആഡ് ചെയ്യുക, 91നും 92ൻ്റെയും ഇടയിൽ 414 എഴുതുക. ദെൻ 101, 102, 104, 105 ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ 92നും 93ൻ്റെ ഇടയിൽ 412 എഴുതണം. ദെൻ 102, 104, 105, 99 ആഡ് ചെയ്യുക, 93, 94ൻ്റെ ഇടയിൽ 410 എഴുതണം. ദെൻ 104ഉം 105ഉം 99ഉം 100ഉം ആഡ് ചെയ്യുക, അത് എന്തിൻ്റെ ഇടയിൽ എഴുതണം, 94നും 95ൻ്റെ ഇടയിൽ 408. അപ്പോൾ ശ്രദ്ധിക്കണം, തുടക്കത്തിൽ 2 ഇയേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാസ്റ്റ് 2 ഇയേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂസ് മിസ്സാകുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ 4 yearly മൂവിങ് ടോട്ടൽ കണ്ടുപിടിച്ചു, അതിന് നമ്മൾ 2 yearly മൂവിങ് ടോട്ടൽ കണ്ടുപിടിക്കാം. ഈ 415ഉം 414നും സമ്മ് ചെയ്യുക, എന്നിട്ട് നമ്മൾ 90ൻ്റെ ഇടയിൽ നമ്മൾ എഴുതാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇയേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടും. 90ന് കറസ്പോണ്ടിങ് ആയിട്ട് 829 വരും. ദെൻ 414ഉം 414ഉം 91ന് കറസ്പോണ്ടിങ് ആയിട്ട് 828 വരും. ദെൻ 414ഉം 412ഉം 9092ന് കറസ്പോണ്ടിങ് ആയിട്ട് 826 വരും. ദെൻ 412ഉം 410ഉം എന്തിന് കറസ്പോണ്ടിങ് 99ന് കറസ്പോണ്ടിങ് ആയിട്ട് 822 വരും. ദെൻ 410ഉം 408ഉം 818 വരും. അത് 1994ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ,
ഇത് ശ്രദ്ധിക്കണം, നമുക്ക് ഫസ്റ്റ് 2 ഇയേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രെൻഡ് വാല്യൂ നമുക്ക് കിട്ടില്ല, അതുപോലെ ലാസ്റ്റ് 2 ഇയേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടില്ല. ദെൻ 2 ഇയർലി മൂവിങ് ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക എങ്ങനെ, ട്രെൻഡ് കണ്ടുപിടിക്കുക എങ്ങനെ, ബൈ 2m കൊണ്ടാണ് ഡിവൈഡ് ഉണ്ട്, അല്ലാതെ എം കൊണ്ടല്ല ഡിവൈഡ് ആയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 2m. കാരണം നമ്മൾ 4 ഇയർലി കണ്ടുപിടിച്ചു, ദെൻ അതിനെ വീണ്ടും 2 ഇയർലി ടോട്ടൽ ആക്കി, അതുകൊണ്ടാണ് നമ്മൾ 2 × m ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ 829 നമ്മൾ ബൈ 2m ആണ്, 8 ആണ്, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 103.6 വരും. 828 ചെയ്യുമ്പോൾ 103.5, ദെൻ 103.3, 102.8, 102.3 വരും. ഓക്കെ, ഇതാണ് നമ്മളുടെ ട്രെൻഡ് വാല്യൂസ്. അപ്പോൾ നമ്മളിതിനെ ഗ്രാഫിലേക്ക് മാറ്റും. ആദ്യം ഹിസ്റ്റോറിഗ്രാം വരക്കണം, കാരണം ഓരോ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ തന്ന ഡാറ്റാസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഗ്രാഫ് വരക്കണം. ദെൻ അതിൻ്റെ ട്രെൻഡ് വാല്യൂസ് ഓരോ ഇയേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് അതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുന്നതാണ് നമ്മുടെ ട്രെൻഡ് എന്ന് പറഞ്ഞു. ഓക്കെ, then graph of observed value and trend value we get. നമ്മൾ എക്സ് ആക്സിൽ എന്ത് ചെയ്യുന്നു, ടൈം എടുക്കുന്നു, വൈ ആക്സിൽ നമ്മളുടെ വാല്യൂസ് എടുക്കുന്നു. എക്സ് ആക്സിൽ നമ്മൾ എടുത്തിട്ടുള്ള ഇയേഴ്സ് ആയിട്ട് എടുത്തു, ഇവിടെ നമ്മളുടെ പ്രൊഡക്റ്റ് വാല്യൂസും. ഞാൻ ഫാൾസ് ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത് 97 സ്റ്റാർട്ട് ചെയ്യുന്നു, കാരണം നമ്മുടെ ഏകദേശം എല്ലാ വാല്യൂസും എന്താണ് 100 മുകളിൽ, 99 മുതൽ 100 മുകളിൽ 107 വരെയൊക്കെയാണ്, അല്ലേ 107, അതുപോലെ 105, 104, ഇതൊക്കെ 107 ഒക്കെ വരെയാണ് മാക്സിമം പോകുന്നത്. അപ്പോൾ നമ്മൾ 97 മുതൽ, കാരണം 99 സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ നമ്മൾ ട്രെൻഡ് വാല്യൂസ് ഏകദേശം എല്ലാം 103ൻ്റെയും 104ൻ്റെയും ആ റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ 97 നമ്മളുടെ ഫാൾസ് ബേസ് ആക്കി എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ തന്ന ഗിവൺ ഡാറ്റാസിന് നമ്മൾ ഗ്രാഫിലേക്ക് മാറ്റി, അതായത് നമ്മളുടെ ടൈം സീരീസ് ഗ്രാഫ് അല്ലെങ്കിൽ ഹിസ്റ്റോറിഗ്രാമിലേക്ക് മാറ്റി. 1988 കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ്, ദെൻ 1989, 90, 91, 92, 93, 94, 95 കറസ്പോണ്ടിങ് നമ്മൾ 95, 96 കറസ്പോണ്ടിങ് നമ്മൾ വരച്ചു. അതിനെല്ലാം കൂടി ഈ ഡാർക്കിൽ വരച്ചിട്ടുള്ള നമ്മളുടെ എന്ത് ടൈം സീരീസ് ഗ്രാഫ് അല്ലെങ്കിൽ ഹിസ്റ്റോറിഗ്രാം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രെൻഡ് ലൈൻ വരയ്ക്കണം. ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നോക്കേണ്ടത്, ഈ ലാസ്റ്റ് കോളത്തെ വാല്യൂസ് ഓരോ ഇയേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക, അതിനെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം. ഓക്കെ, ഇതായിരിക്കും നമ്മളുടെ ട്രെൻഡ് ലൈൻ എന്നാണ്. ഈ ഡോട്ട് ലൈനാണ് നമ്മുടെ ട്രെൻഡ് ലൈൻ. ആ ട്രെൻഡ് ലൈൻ വെച്ച് നമുക്ക് ഏത് പീരിയഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത് 3 മെത്തേഡ്സിനെ വെച്ച് നമ്മൾ പറഞ്ഞു. 4ാമത്തെ മെത്തേഡ്സ് ആണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഫസ്റ്റ് 3 മെത്തേഡ്സ് എന്തൊക്കെയായിരുന്നു, ഗ്രാഫിക് മെത്തേഡ്, അതുപോലെ തന്നെ ദെൻ സെക്കൻഡ് വൺ സെമി ആവറേജ് മെത്തേഡ്, ഫോർത്ത് വൺ എന്തായിരുന്നു, മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജസ്. ഓക്കെ, അപ്പോൾ ഓരോന്ന് കെയർഫുള്ളി നോക്കുക, ഗ്രാഫ് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ.